ഉറങ്ങിപ്പോയോ? കുറെ നേരം കാലം ഞങ്ങൾ ബെല്ലടിക്കുന്നു. മോളുറങ്ങിയോ? എന്താ നിനക്ക് സുഖമില്ലേ? മോളുടെ ചെവിവേദന എങ്ങനെയുണ്ട്? മോള് ഉറങ്ങി. ഡോക്ടറെ കാണിച്ചില്ലേ? എന്താ ശല്യം? എന്താ നിന്റെ മുഖം വല്ലാതിരിക്കുന്നത്? കാര്യം എന്താണെന്ന് പറയൂ. മോക്കെന്ത് പറ്റി? മോൾ എവിടെ? അങ്ങോട്ട് പോകരുത്. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? മോളിൽ ഒരാളുണ്ട്. ആര്? അറിയില്ല. അയാൾ മോളെ എന്തെങ്കിലും ചെയ്യും. മോളെ, മോളെ, മോളെ. വേണ്ട ശ്രീയേട്ട, വാതിൽ തുറക്കരുത്. മോളെ, മോളെ. വേണ്ട ശ്രീയേട്ട, വാതിൽ തുറക്കരുത് പ്ലീസ്. മോളെ. ഡാഡി, ഡാഡി. മോളെ, മോളെ. വാതിൽ തുറക്കരുത്. വാതിൽ തുറക്കാൻ ശ്രമിക്കരുതെന്നാണ് പറഞ്ഞത്. നീ മര്യാദക്ക് പുറത്തു വരുന്നോ വാതിൽ ഞാൻ ചവിട്ടി പൊളിക്കണോ? വേണ്ട ശ്രീയേട്ട, അയാൾ മോളെ എന്തെങ്കിലും ചെയ്യും. വേണ്ട ശ്രീയേട്ട. എന്നെ പുറത്തു കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങളുടെ കുഞ്ഞിനെ ജീവനോട് കാണണമെങ്കിൽ ഇനി ഈ ഡോറിൽ തൊട്ടുപോകരുത്, മിണ്ടിപ്പോരുത്. ഒരു നിമിഷം കൂടെ നിനക്കാൻ തരികയാണ്. അതിനുള്ളിൽ വാതിൽ തുറന്നില്ലെങ്കിൽ ഞാൻ ചവിട്ടി പൊളിക്കും. തുറക്കണം. മോളെ, മോളെ, മോളെ. അടുത്ത പ്രാവശ്യം എന്റെ ഉന്നം തെറ്റില്ല. വേണ്ട ശ്രീയേട്ട, വാതിൽ തുറക്കണ്ട. നമ്മുടെ മോൾക്ക് എന്തെങ്കിലും. നീ ആരാണ്? നിനക്ക് എന്താ വേണ്ടത്? ഞാൻ നിങ്ങളെയോ നിങ്ങളുടെ കുടുംബത്തെയോ ഉപദ്രവിക്കാൻ വന്നതല്ല. യാദൃച്ഛികമായി ഇങ്ങോട്ട് കയറിയതാണ്. നിനക്ക് എന്താ വേണ്ടത്? പോണം. 2 ദിവസം ഇവിടെ താമസിക്കണം. എന്തിന്? എന്റെ ജീവിതത്തിലെ ഏക ലക്ഷ്യം നിറവേറ്റാൻ. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ വിശ്വസിക്കും. ഇതൊരു പോലീസ് ഓഫീസറുടെ വീടാണെന്ന് നിനക്കറിയാമോ? അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കയറില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴിതൊരു സൗകര്യമായി തോന്നുന്നു. നിങ്ങളുടെ കുഞ്ഞിന്റെ ജീവൻ എന്റെ റിവോൾവറിന്റെ തുമ്പിലാണെന്ന് ഓർമ്മ വേണം. വേണ്ട ശ്രീയേട്ട, പ്ലീസ് വരൂ. കരയുന്നത്? എന്റെ ഡാഡിയും മമ്മി എന്നെ തള്ളാറുണ്ടല്ലോ, എന്നിട്ട് അവരാരും കരയുന്നില്ലല്ലോ. അങ്കിൾ എന്തിനാ കരയുന്നത്?
എന്താ രാജൻ? ഒരു ഫയറിംഗ് സൗണ്ട് ഈ ഭാഗത്തുനിന്ന് കേട്ടല്ലോ സാർ. ഇപ്പോ ഒരല്പം മുമ്പല്ലേ? അതെ. അത് ഞാൻ എന്റെ പിസ്റ്റൾ ക്ലീൻ ചെയ്തപ്പോ ഒരു കൈപ്പഴ പറ്റിയതാണ്. ഏതായാലും കുഴപ്പമൊന്നും ഉണ്ടായില്ല. എന്താ ചിരിച്ചത്? അല്ല, DSP ശ്രീകുമാർ സാറിന് കൈപ്പഴ. അടി തെറ്റിയാൽ ആനയും വീഴും എന്ന് കേട്ടിട്ടില്ലേ? അതിരിക്കട്ടെ, ഈ അസമയത്ത് എന്താ ഈ വഴിക്ക്? ഈ ഏരിയയിൽ വെച്ചാണ് സാർ കോൺട്രാക്ടർ അഗസ്റ്റിനെ വെടിവെച്ചാണ് രക്ഷപ്പെട്ടത്. ഓ, അത് ശരി. ചുമ്മാ ഒന്ന് കറങ്ങി നോക്കാന്ന് കരുതി. സോറി ഫോർ ദ ട്രബിൾ. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഗുഡ് നൈറ്റ് സാർ. ഗുഡ് നൈറ്റ്. അനങ്ങരുത്. ആ തോക്ക് ടീപ്പോയിൽ കൊണ്ടുവയ്ക്കൂ. താങ്ക് യു. ഇതിന്റെ ബുള്ളറ്റ് തീർന്നുപോയി. I will not leave that bastard. അരുത് ശ്രീയേട്ടാ, പ്ലീസ്. DSP ശ്രീകുമാർ ആരാണെന്ന് അവൻ അറിയില്ല. Who the hell he thinks he is bastard? ശ്രീയേട്ടാ, ഞാനാണ് പറയുന്നത് പോകരുതെന്ന്. ശാലിനി, എന്റെ വീട്ടിൽ എന്റെ കുഞ്ഞിന്റെ ജീവനുമായി ഒരു റാസ്കൽ പന്താടുമ്പോ വെറും ഒരു മരപ്പാവെ പോലെ ഞാനിത് കണ്ടോണ്ടിരിക്കണമെന്ന് അവൻ പറയുന്നത്. Bastard, bloody son of a bitch. ശ്രീയേട്ടാ, ശരി, ശ്രീയേട്ടൻ പൊയ്ക്കോളൂ. പക്ഷേ ശ്രീയേട്ടൻ എന്തെങ്കിലും അബദ്ധം കാണിച്ച് എന്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയാൽ പിന്നെ ഞാൻ ഒരു നിമിഷം ജീവിച്ചിരിക്കില്ല. നീ കരയാതെ. കരയാന്ന് പറഞ്ഞില്ലേ, ഞാൻ പോണില്ല. Bastard. Bloody bastard. Bloody bastard. വാതിൽ തുറക്കൂ. മോൾക്ക് ആഹാരം കൊടുക്കണം. മോൾക്ക് ആഹാരം കൊടുക്കണം. സോറി, ഇങ്ങോട്ട് തന്നാ മതി, ഞാൻ കൊടുത്തോളാം. മോളെവിടെ? മോളിവിടെ ഇല്ല. അങ്കിളിന്റെ വീട്ടിൽ പോയിരിക്കുക. 2 ദിവസം കഴിഞ്ഞേ വരൂ. ശരി. എന്തായത് കൊച്ചുകുട്ടികളെ പോലെ? കരയാതെ. ഞാൻ പോയിട്ട് വേഗം വരാം. വിഷമിക്കാതെ. മറക്കണ്ട, മനസ്സിലായി. ഈ ശബ്ദം എവിടെയാണ് കേട്ടതെന്ന് ഞാൻ ഇത്രയും നേരം ഓർക്കായിരുന്നു. ശാലിനി,
പ്രതികാരം ഇനി അവസാനിച്ചില്ലേ? നിങ്ങൾക്ക് ഇതുവരെ തൃപ്തിയായില്ലേ? ഇല്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്റെ അച്ഛനെ വെടിവെച്ച് കൊന്നപ്പോഴെങ്കിലും നിങ്ങളുടെ പ്രതികാരം തീരുമെന്ന് കരുതി. ഒരിക്കൽ എന്റെ ജീവിതം തകർത്തു. ഇനി എന്റെ കുടുംബജീവിതം നശിപ്പിക്കാനുള്ള പുറപ്പാടാണോ? നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോ, എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് ജീവനോടെ പുറത്തു പോകുമെന്ന് കരുതണ്ട. തീർന്നോ? അതോ ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ? നിന്നെ വിശ്വസിപ്പിക്കാനല്ല ഞാനിവിടെ വന്നെങ്കിലും ചില സത്യങ്ങൾ നീ അറിഞ്ഞേ തീരൂ. എനിക്ക് നിങ്ങളുടെ വിശദീകരണങ്ങളൊന്നും കേൾക്കണമെന്നില്ല. കേൾക്കണം. നിന്റെ അച്ഛൻ എന്റെ അഭിമാനത്തിന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പിയപ്പോഴും എന്റെ വ്യക്തിത്വത്തിൽ കൈവാരി തേച്ചപ്പോഴും ഞാൻ തിരിച്ചടിക്കാതിരുന്നത് പേരുവായിട്ടായിരുന്നില്ല. നിനക്ക് വേണ്ടി, നിനക്ക് വേണ്ടി, നിനക്ക് വേണ്ടി മാത്രം. നിന്റെ അച്ഛനെ കൊന്നു ഞാനാണ്, നിന്റെ ഭാവി തകർത്ത് ഞാനാണ് എന്നായിരിക്കും കോടതിയുടെയും നിന്റെയും വിധി. പക്ഷെ നടന്ന സത്യങ്ങൾ നീ മനസ്സിലാക്കിയില്ലെങ്കിൽ 2-3 ദിവസത്തിനുള്ളിൽ എരിഞ്ഞിറങ്ങാൻ പോകുന്ന എന്റെ ശരീരത്തിൽ ആ രഹസ്യം ഒരു ഭാരമായി അവശേഷിക്കും. ശ്രദ്ധിക്കാൻ ഒരു നിമിഷം ഞാൻ നിന്നോട് യാചിക്കുകയാണ്. ഒരേ ഒരു നിമിഷം. തകർന്നത് നിന്റെ ജീവിതമല്ല ചാലു, എന്റേതാണ്. എനിക്ക് വേണ്ടി ഇനി ഒന്നും കാത്തു നിൽക്കുന്നില്ല. മരണം എന്നെ കീഴ്പ്പെടുത്തുന്നതിന് മുമ്പായി എന്റെ എല്ലാം തകർത്തവനോട് എനിക്ക് പകരം വെട്ടണം. ചാലു, നിന്നെയോ നിന്റെ ഭർത്താവിനെയോ കുഞ്ഞിനെയോ ഉപദ്രവിക്കാൻ വന്നവനല്ല ഞാൻ. നിന്റെ കഴുത്തിൽ താലി കെട്ടി നിന്റെ അച്ഛനോട് പ്രതികാരം ചെയ്യണം എന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത്. മറിച്ച് നിന്നെ വഞ്ചിക്കാനായിരുന്നെങ്കിൽ നിന്റെ അച്ഛനെ കൊന്ന കുറ്റത്തിന് ഞാൻ ജയിലിൽ പോയപ്പോ നീ എന്റെ കുഞ്ഞിനെ പ്രസവിക്കുമായിരുന്നു. വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഇതെല്ലാം വിശ്വസിക്കൂ. മമ്മി, എനിക്കിന്ന് സ്കൂളില്ലാന്ന് അങ്കിൾ പറഞ്ഞു. അങ്കിൾ നമുക്ക് കളിക്കാ? മമ്മി, അങ്കിൾ നല്ല അങ്കിളാ. സ്കൂളില്ല. സാർ, ജയിലിൽ നിന്നൊരു കോൺഫിഡൻഷ്യൽ ഫയലുണ്ട്. അർജന്റായി സാറിനെ ഏൽപ്പിക്കാൻ പറഞ്ഞു. യെസ്. എന്താ മുഖത്തൊരു ക്ഷീണം? ഉറങ്ങില്ലേ? എന്തോ നല്ല സുഖം തോന്നുന്നില്ല. എന്താ ഇന്നലത്തെ കക്ഷിയെ പറ്റി വല്ല വിവരമുണ്ടോ? ഇല്ല, അവനവിടെ എവിടെയെങ്കിലുമൊക്കെ തന്നെ കാണും. ഏതായാലും ആകെയുള്ള അറിവ് അയാളുടെ ശരീരത്തിൽ ഒരു ബുള്ളറ്റ് കൊണ്ടിട്ടുണ്ടെന്നുള്ളത് മാത്രമാണ്. അതെ. അതുകൊണ്ട് സിറ്റിയിലെ എല്ലാ ഹോസ്പിറ്റൽസിലും ഡോക്ടേഴ്സിന്റെ വീടുകളിലും എയർപോർട്ടിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ഓക്കെ സാർ. പോലീസ് സ്റ്റേഷനിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ ശ്രീയേട്ടാ? ഇപ്പോഴില്ല, പക്ഷേ ഏത് നിമിഷത്തിലും ഞാൻ ആ സംശയം പ്രതീക്ഷിക്കുന്നു. കാരണം അവനെ പിടിക്കാൻ കമ്മീഷണർ എന്നെയാണ് നിയോഗിച്ചിരിക്കുന്നത്. ആ നിലയ്ക്ക് അവൻ ഈ വീട്ടിൽ കഴിയുന്ന ഓരോ നിമിഷവും അപകടം നിറഞ്ഞതാണ്. റെയിൽവേ സ്റ്റേഷനും
ഹോസ്പിറ്റലും എയർപോർട്ടും എല്ലാം ചെക്ക് ചെയ്യണമെന്ന് ഓർഡർ ഇട്ടപ്പോ ഞാൻ എന്നെ തന്നെ സ്വയം പുച്ഛിച്ചുപോയി. അറിഞ്ഞുകൊണ്ട് തന്നെ നിയമത്തിന്റെ മുമ്പിൽ നാടകം കളിക്കുന്നത് എനിക്കിഷ്ടമല്ല. ശ്രീയേട്ടാ, നമ്മുടെ മോൾക്കൊന്നും സംഭവിക്കില്ല. അവനും മോളും ഒന്ന് ആഹാരം കഴിക്കാനിരിക്കുമ്പോ എല്ലാവർക്കും നീ മിൽക്ക് കൊണ്ട് വയ്ക്കണം. അവന്റെ മുന്നിൽ വയ്ക്കുന്ന ഗ്ലാസ്സിൽ ഈ മരുന്നിന് 2-3 തുള്ളി ഒഴിച്ചു വെക്കണം. എന്താ ഇത്? പോയ്സൺ. ഇത് കഴിച്ചാ മരിക്കോ? മയങ്ങാൻ വേണ്ടിയാണ് കൊടുക്കുന്നത്. അഥവാ ഇനിവൻ ചത്താലും എനിക്കൊരു ചുക്കൂല്ല. ഇത് ഞാൻ എന്ത് പറഞ്ഞാലും അവൾക്ക് ഇടങ്കോളാണല്ലോ. അവനാണ് നിന്റെ അപ്പം. എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ. കഴിവാണ് മോൻ. മനുഷ്യനായിട്ട് പ്രാന്ത് പിടിപ്പിക്കണം. എന്റെ കുഞ്ഞ്. കുഞ്ഞും തള്ളേ. നീ പറയുന്ന കേട്ടാ മോള് നിനക്ക് മാത്രമായിട്ട് ആകാശത്ത് പൊട്ടി വേണമെന്ന് തോന്നുമല്ലോ. മോളെ കുറിച്ചുള്ള വിചാരമില്ലായിരുന്നെങ്കിലേ ഇതിനു മുമ്പേ അവന്റെ ശവത്തിന്റെ പുറത്ത് പുല്ല് നിർത്തരെ. മര്യാദക്ക് പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. കൂടുതലൊന്നും ചോദിക്കാൻ നിൽക്കണ്ട. ഞാൻ ജയിച്ചു. കള്ളക്കളിയാണ്. മിസ്റ്റർ രവി, എനിക്ക് നിങ്ങളോട് അല്പം സംസാരിക്കാനുണ്ട്. വിരോധമില്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒരുമിച്ച് കഴിക്കാം. യു ആർ സേഫ്. വിശ്വാസം കൊണ്ട് വന്നാൽ മതി.